നല്ല കാര്യങ്ങളല്ലേ, അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ ആണ് എഴുതി കൊടുത്തത്. മുഴുവൻ അന്വേഷിക്കണം തന്നെയാണ്. ED അന്വേഷണ പരിധിയിലേക്ക് വരുന്നത് ഈ SITയുടെ അന്വേഷണത്തെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ട്. SITയുടെ അന്വേഷണം തൃപ്തികരമായി പോകുന്നെന്ന് കോടതി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനിടയിൽ കൂടി ED വരുന്നതിൻ്റെ ഉദ്ദേശം പലർക്കും സംശയിച്ചിട്ട് കാണുന്നത്. അത് മാത്രമല്ല, ചിലയിടത്ത് വിവേചനാപരമായ സമീപനം കാണിക്കുകയും ചെയ്തു. റെഡി ചെയ്യുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും ഒരുപോലെ വരണ്ടേ, അത് ചിലയിടത്ത് വിവേചനാപരമായ രൂപത്തിലേക്ക് പോകുന്നു. പിന്നെ EDയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നൊരു കാര്യം നമ്മളിവിടെ കണ്ടു. മുമ്പ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായി കേസ് സാക്ഷി പറയണം എന്ന് വരെ ചിലരെ പ്രേരിപ്പിച്ച EDയുടെ ഒരു ഡെപ്യൂട്ടി ഡയറക്ടറെയാണ് ഈ അടുത്ത കാലത്ത് പുറത്താക്കപ്പെട്ടത്. അപ്പം ഒരു കാര്യം മനസ്സിലായല്ലോ, EDയുടെ ക്രെഡിബിലിറ്റി നഷ്ടപ്പെടുന്ന രൂപത്തിലേക്കല്ലേ ആ ഉദ്യോഗസ്ഥൻ അന്ന് പെരുമാറിയത്. അന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ച മുഖ്യമന്ത്രിയെ കുരുക്കാൻ വേണ്ടി ഏതെല്ലാം തരത്തിലുള്ള പണിയായിരുന്നു ആ ഉദ്യോഗസ്ഥൻ കാട്ടിയത്. ഇത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി EDയോടൊരു ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മാത്രമല്ല, മറ്റു ചില സ്ഥലങ്ങളിലും ED ഈ കാര്യത്തിൽ രാഷ്ട്രീയ വകപോക്കലോടുകൂടി വിഷയങ്ങളിൽ ഇടപെടുന്നു എന്ന് സുപ്രീം കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ച ഘട്ടമുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ഭംഗിയായിട്ട് ആ അന്വേഷണം പോകുന്ന ഘട്ടത്തിൽ അവരെ ഒരു കാരണവശാലും തടസ്സപ്പെടുത്തിക്കൂടാ. മറ്റ് ഇവരന്വേഷിക്കേണ്ട കാര്യങ്ങളൊന്നും അവരന്വേഷിക്കുന്നത് നമ്മളൊക്കെ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ മുമ്പ് നമ്മുടെ മുമ്പിൽ ഉണ്ടായ അനുഭവം ഞാൻ ചൂണ്ടിക്കാണിച്ചെന്നുള്ളൂ. ഒരു ED വെറും സാധാരണ ഒരു ഉദ്യോഗസ്ഥനെയല്ല, ഉന്നതസ്ഥാനീയരായ EDയുടെ ഉദ്യോഗസ്ഥനെയാണ് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് ഈ കാര്യത്തിൻ്റെ പേരിൽ. അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അത് അവരാണ് പറയേണ്ടത്. ഇപ്പോൾ SIT ഏതായാലും ഭംഗിയായിട്ടാണ്, അതിൽ കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരാണ്, കൃത്യമായി പോകുന്ന കോടതിയും സാക്ഷ്യപ്പെടുത്തി. നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കും സംതൃപ്തി വരുന്ന രൂപത്തിലാണ് അവരുടെ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും വെളിയിൽ വരട്ടെ, അത് വന്നു കഴിഞ്ഞ ശേഷം ബാക്കി കാര്യങ്ങളെല്ലാം. പക്ഷേ ഇത്തരത്തിൽ അത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കർണാടക, ചെന്നൈ, അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഒറ്റ ദിവസം ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഒരു വലിയൊരു ഓപ്പറേഷൻ പോലെ കൊണ്ടുവന്ന ആ ഒരു അന്വേഷണത്തിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടുത്തുന്നതായിട്ട് വല്ല തോന്നുന്നു. അത് വേറെ പല ഉദ്ദേശങ്ങൾ കാണാം. അതെന്താന്ന് പറഞ്ഞാൽ നമുക്ക് വഴിക്ക് പരിശോധിക്കാതെ. അതായാലും നമുക്കൊരു കാര്യം അറിയാം, SIT നല്ല രൂപത്തിലാണ് അന്വേഷണം കൊണ്ടുപോയത്. ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലാണ്. നമുക്ക് ആർക്കും സംശയമില്ല. കോടതി സംതൃപ്തി രേഖപ്പെടുത്തി. ആ സംതൃപ്തി തന്നെയാണ് ഗവൺമെൻറ്റിനുള്ളത്. ഞങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ബാക്കി കൂടെ അന്വേഷിക്കണമെന്ന് കോടതി പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി യോജിക്കുകയും ചെയ്യുന്നു. അങ്ങനെ യെസ്, ഇപ്പോഴും അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞ ആ വാചകം തന്നെ ഇപ്പോഴും പറയുന്നു. സർക്കാരിനൊന്നും മറയ്ക്കാനില്ല. ആ X or Y എന്നും കൂടി ഞാൻ പറഞ്ഞു. X or Y ആരായിരുന്നാലും അവരെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരണം. അത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള അഭിപ്രായവും. അത് ഞങ്ങൾ അഭിപ്രായം നേരത്തെ എഴുതി കൊടുത്തിരുന്നു കോടതിക്ക്, സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം. കോടതി തന്നെ മേൽനോട്ടത്തിൽ കോടതി തന്നെ ചെയ്യിക്കുന്ന SIT അന്വേഷിക്കണം എന്നായിരുന്നു ഞങ്ങൾ ആവശ്യം. അത് അതുപോലെ തന്നെ കാര്യം നടന്നു. അത് സംതൃപ്തിയിലാണ് ഇപ്പോഴും ഞങ്ങൾ മുന്നോട്ട് പോയി. ആരായിരുന്നു ഞാൻ പറഞ്ഞല്ലോ, ആരായിരുന്നാലും. അതുകൊണ്ട് X or Y ആരായിരുന്നാലും അന്വേഷണത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അന്നേരം കാണാം. അതല്ലേ പറഞ്ഞേ ഞാൻ പറഞ്ഞ പോലെ മലയാളത്തിലല്ലേ പറഞ്ഞത്. എത്ര പേരുണ്ട്? അല്ല, അത് എന്തിനാ അന്വേഷിക്കുന്നതിൻ്റെ ആൾക്ക് വഴി പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളല്ല. അത് നിങ്ങളാദ്യം മനസ്സിലാക്കി. വഴി പറഞ്ഞു കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ അന്വേഷകർ കണ്ടെത്തുകയാണ്. അപ്പോൾ ഇന്നവരിലേക്ക് എത്തണം, മന്ത്രിയിലോ തന്ത്രിയിലോ എത്തേണ്ടതൊക്കെ അവരുടെ അന്വേഷണത്തിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തെ സംബന്ധിച്ചോളം നമ്മൾ ഇന്ന വഴിക്ക് പോകണമെന്ന് ഒരാളെ ഉപദേശിക്കുന്നത് ശരിയല്ലോ. ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ട് വരട്ടെ, അന്ന് കഴിയുമ്പോൾ ബാക്കി കാര്യങ്ങൾ എന്നിപ്പോൾ പാലിച്ചുകൊണ്ട് ഇതുവരെയുള്ളത് സംതൃപ്തിയാണ് എന്ന് കോടതിയുടെ അഭിപ്രായം രേഖപ്പെടുത്തി. ആ സംതൃപ്തിയോട് ഞങ്ങൾ യോജിക്കുന്നു. ഗവൺമെൻറ് അഭിപ്രായം അല്ല, സർക്കാരല്ല. കറക്റ്റ്. അങ്ങനെ നിങ്ങൾ ഓക്കെ.